Hi friends, welcome to my new channel ND Economic Insights. പേരിൽ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഇതൊരു ഇക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചാനലാണ്. സോ +1 മുതൽ BBA, BA, BBM, MA തുടങ്ങിയ ക്ലാസ്സുകളിലുള്ള എല്ലാ കുട്ടികൾക്കും ഇത് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ചാനലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ലോ ഓഫ് ഡിമാൻഡ്. അതായത് മലയാളത്തിൽ പറയുന്നത് ചോദന നിയമം. ലോ ഓഫ് ഡിമാൻഡ്, ചോദന നിയമം അഥവാ ലോ ഓഫ് ഡിമാൻഡ് എന്ന ടോപ്പിക്ക് നമുക്ക് +1 തൊട്ട് പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും വരാവുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതായത് ഇക്കണോമിക്സിലെ തന്നെ ഏറ്റവും ബേസിക് ആൻഡ് എലമെൻ്ററി ആയിട്ടുള്ള ഒരു ലോ ആണ് ലോ ഓഫ് ഡിമാൻഡ്. ഇക്കണോമിക്സ് പഠിക്കുന്ന ഏതൊരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചും ലോ ഓഫ് ഡിമാൻഡ് എന്താണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഏതൊരു എക്സാമിലും നമുക്ക് ലോ ഓഫ് ഡിമാൻഡിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. സോ വാട്ട് ഈസ് ലോ ഓഫ് ഡിമാൻഡ്, എന്താണ് ചോദന നിയമം എന്നുള്ളത് നമുക്ക് നോക്കാം. The law of demand is a simple and basic law in economics. ലോ ഓഫ് ഡിമാൻഡ് എന്നത് ഇക്കണോമിക്സിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതും അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ലോയാണ്, ഒരു നിയമമാണ്. ദി ലോ ഓഫ് ഡിമാൻഡ് ഈസ് എ സിമ്പിൾ ആൻഡ് ബേസിക് ലോ ഇൻ ഇക്കണോമിക്സ്. ലോ ഓഫ് ഡിമാൻഡ് എന്നത് ഇക്കണോമിക്സിലെ ഏറ്റവും സിമ്പിൾ അതുപോലെ തന്നെ ബേസിക്കും കൂടെ ആയിട്ടുള്ള ഒരു നിയമം ആണ്. The law of demand states that the inverse relationship between the price and quantity demanded. അതായത് ഒരു വസ്തുവിൻ്റെ വിലയും അത് ഡിമാൻഡ് ചെയ്യപ്പെടുന്ന അളവും തമ്മിലുള്ള നെഗറ്റീവ് റിലേഷൻ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് റിലേഷൻ അഥവാ ഇൻവേഴ്സ് റിലേഷൻഷിപ്പിനെ പറ്റിയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അതായത് നമുക്ക് അറിയാം, ഒരു വസ്തുവിൻ്റെ പ്രൈസ് കൂടുന്ന അവസ്ഥയിൽ നമ്മൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയും, അതിനോടുള്ള ഡിമാൻഡ് കുറയും. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, അത് സ്വാഭാവികമാണ്. പ്രൈസ് കൂടുമ്പോൾ നമ്മൾ ആ വസ്തു വാങ്ങുന്ന അളവ് കുറയുന്നു. അതുപോലെ തന്നെ ഒരു വസ്തുവിൻ്റെ പ്രൈസ് കുറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുന്നു. സോ ദി ലോ ഓഫ് ഡിമാൻഡ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. Law of demand is a simple and basic law in economics. The law of demand states that the inverse, that means opposite relationship between the price and quantity demanded. Then next point is ceteris paribus. Ceteris paribus means other things remain constant. അതായത് അതർ തിങ്സ് റിമൈൻ കോൺസ്റ്റൻറ്റ്. അതർ തിങ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൈസിനെ കൂടാതെ മറ്റെന്തെല്ലാം ഘടകങ്ങളാണ് ചോദനത്തെ അല്ലെങ്കിൽ ഡിമാൻഡിനെ നിർണ്ണയിക്കുന്നത്, ആ ഘടകങ്ങളെല്ലാം തന്നെ കോൺസ്റ്റൻ്റ് ആയിരിക്കും, അതിൽ ഒരു ചേഞ്ചും വരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു വസ്തുവിൻ്റെ ചോദനത്തെ അല്ലെങ്കിൽ ഡിമാൻഡിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ, പ്രൈസിനെ കൂടാതെ മറ്റെന്തെല്ലാം ഘടകങ്ങളാണ് ഡിമാൻഡിനെ നിർണ്ണയിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതായത് ഫസ്റ്റ് വൺ നമുക്ക് പറയാം കൺസ്യൂമേഴ്സ് ഇൻകം. ഒരു കൺസ്യൂമറുടെ അല്ലെങ്കിൽ ഉപഭോക്താവിൻ്റെ വരുമാനം, അത് നമുക്ക് ഡിമാൻഡിനെ നിർണ്ണയിക്കുന്ന ഒരു ഘടകമാണ്. രണ്ടാമത് പ്രൈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ പകരം ഉപയോഗിക്കാവുന്ന വസ്തുക്കൾ. അപ്പോൾ നമുക്ക് പകരം ഉപയോഗിക്കാവുന്ന വസ്തുക്കളുടെ വില ചോദനത്തെ നിർണ്ണയിക്കുന്നതിൽ ഒരു പ്രധാന ഘടകമാണ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ഫോർ എക്സാമ്പിൾ നമുക്ക് എന്ത് പറയാം, ടീ ആൻഡ് കോഫി ഒരു സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ്. അപ്പോൾ പ്രൈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സും ഡിമാൻഡിനെ നിർണ്ണയിക്കുന്ന മറ്റൊരു ഘടകമാണ്. നെക്സ്റ്റ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഓഫ് കൺസ്യൂമറുടെ അല്ലെങ്കിൽ ഉപഭോക്താവിൻ്റെ അഭിരുചി, അതും ചോദനത്തെ നിർണ്ണയിക്കുന്ന മറ്റൊരു ഘടകമാണ്. ഇങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളും പ്രൈസിനെ കൂടാതെ, ആ കമ്മോഡിറ്റിയുടെ പ്രൈസിനെ കൂടാതെയുള്ള ഈ മേൽപ്പറഞ്ഞ ഘടകങ്ങളെല്ലാം തന്നെ റിമൈൻസ് കോൺസ്റ്റൻറ്റ് എന്നതാണ്. അതായത് ഇതിലൊന്നും യാതൊരു വ്യത്യാസവും വരുന്നില്ല. അതായത് ചോദനത്തെ നിർണ്ണയിക്കുന്നത് ആ കമ്മോഡിറ്റിയുടെ പ്രൈസ് മാത്രമായിരിക്കും എന്നതാണ് ലോ ഓഫ് ഡിമാൻഡിൽ പറയുന്നത്. പ്രൈസ് കൂടുന്ന അവസ്ഥയിൽ ഇപ്പോൾ നമ്മൾ എക്സ് എന്ന വസ്തു വാങ്ങാൻ പോവുകയാണെങ്കിൽ ആ വസ്തുവിൻ്റെ പ്രൈസ് കൂടുകയാണ്,
കൂടുന്ന അവസ്ഥയിൽ സ്വാഭാവികമായിട്ടും ആ വസ്തുവിനോടുള്ള ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുന്നു. അല്ലെങ്കിൽ എക്സ് എന്ന കമ്മോഡിറ്റിയുടെ വില കുറയുകയാണെങ്കിൽ അതിനോടുള്ള ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുന്നു. അതുതന്നെയാണ് ഇവിടെ പറയുന്ന നെക്സ്റ്റ് പോയിൻ്റ് ആയിട്ടുള്ളത്. ഇറ്റ് മീൻസ് ഇഫ് ദി പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഇൻക്രീസസ് ലോ ക്വാണ്ടിറ്റി വിൽ ബി ഡിമാൻഡഡ് ആൻഡ് വൈസ് വേഴ്സ. അതായത് പ്രൈസ് കൂടുന്നു, എക്സ് എന്ന വസ്തുവിൻ്റെ പ്രൈസ് കൂടുന്ന അവസ്ഥയിൽ അതിനോടുള്ള ഡിമാൻഡ് കുറയുന്നു. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, പ്രൈസ് എക്സ് എന്ന വസ്തുവിൻ്റെ പ്രൈസ് കുറയുന്ന അവസ്ഥയിൽ അതിനോടുള്ള ഡിമാൻഡ് കൂടുന്നു. ഇതാണ് ലോ ഓഫ് ഡിമാൻഡിൽ പറയുന്ന കാര്യം. അതായത് ഏറ്റവും സിമ്പിളാണ്, സ്വാഭാവികമായിട്ടും നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു വസ്തുവിൻ്റെ വില കൂടുന്ന അവസ്ഥയിൽ അതിനോടുള്ള ഡിമാൻഡ്, അത് വാങ്ങുന്ന അളവ് അത് കുറയുന്നു. അല്ലെങ്കിൽ പ്രൈസ് കുറയുന്ന അവസ്ഥയിൽ അത് വാങ്ങുന്ന ക്വാണ്ടിറ്റി ഡിമാൻഡ് അത് കൂടുന്നു. അപ്പോൾ നമുക്ക് ചോദന വക്രം അല്ലെങ്കിൽ ഡിമാൻഡ് കർവ് എങ്ങനെയാണ് എന്നുള്ളതൊന്ന് നോക്കാം. ദി എബവ് കർവ് ഷോസ് ദി ഡിമാൻഡ് കർവ് വിച്ച് ഇസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. ചോദന വക്രം എപ്പോഴും ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും, അതായത് താഴോട്ട് കുത്തനെ ചെരിഞ്ഞിട്ടുള്ളതായിരിക്കും. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ് എപ്പോഴും ചോദന വക്രം. വെൻ ദി പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഇസ് അറ്റ് ലെവൽ PX, കമ്മോഡിറ്റിയുടെ വില P ആയിരിക്കുമ്പോൾ PX എന്ന ബിന്ദുവിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഡയഗ്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും, PX ആയിരിക്കുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എപ്പോഴും QX എന്നതാണ്. QX എന്ന അളവിൽ നമ്മളത് ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യപ്പെടുന്നുണ്ട്. PXൽ നിന്നും PX1 ആയിട്ട് അതിൻ്റെ എമൗണ്ട് വർദ്ധിക്കുമ്പോൾ, അതായത് പ്രൈസ് വർദ്ധിക്കുന്ന സമയത്ത് നമ്മളതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് QXൽ നിന്നും QX1 ആയിട്ട് ചുരുങ്ങുന്നത് കാണാൻ പറ്റും. QX എന്നതിൽ നിന്നും QX1 എന്ന അളവിലേക്ക് ക്വാണ്ടിറ്റി ഡിമാൻഡ് ചുരുങ്ങുന്നതായിട്ട് കാണാൻ പറ്റും. നെക്സ്റ്റ് PX1ൽ നിന്നും PX2 ആവുമ്പം നമുക്കതിൽ മനസ്സിലാവാൻ കഴിയും. PX1ൽ നിന്നും PX2 ആവുമ്പം നമ്മളുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് പിന്നെയും ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. അത് QX2 എന്ന ലെവലിലേക്ക് ചുരുങ്ങുന്നതായിട്ട് നോക്കിയാൽ മനസ്സിലാവാൻ കഴിയും. അതായത് പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. സോ ലോ ഓഫ് ഡിമാൻഡിനെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.